തിരുവനന്തപുരം. വളർത്തു മത്സ്യങ്ങൾ. പി പത്മരാജൻ എഴുതിയ നാടകം. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെയും പങ്കെടുക്കുന്നവരെയും പരിചയപ്പെടുക. ശങ്കരക്കുറുപ്പ്, കാമ്പിശ്ശേരി കരുണാകരൻ. ഭാഗീരഥിയമ്മ, ജി സരസ്വതി അമ്മ. വിജയൻ പിള്ള, തോപ്പിൽ കൃഷ്ണപിള്ള. സാവിത്രി, ലളിത. പാർവതി, ടി പി രാധാമണി. മോഹനൻ, പി പത്മരാജൻ. രാജൻ, മടവൂർ ഭാസി. കൃഷ്ണപിള്ള, ജി വിവേകാനന്ദൻ. മാധവൻ പിള്ള, കെ ജി മേനോൻ. ഒരു സ്ത്രീ, എസ് രാജമ്മ. വളർത്തു മത്സ്യങ്ങൾ. അയ്യ, എല്ലാം ഒരുവിധം ഭംഗിയായി. ഇത്തവണ ഇങ്ങനൊന്നും നടത്താൻ കഴിയുമെന്ന് എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നിട്ടെല്ലാം അസലായി. അയ്യോ, ഭംഗിയായെന്ന് പറഞ്ഞാ മതിയോ? കൊള്ളാം. ഇന്നേ വരെ കാവലിരിക്കാൻ ഒരു ഉത്സവം നടന്നിട്ടില്ല. എല്ലാം ഭഗവതിയുടെ കൃപ, അല്ലാതെ എന്റെ മിടുക്കോ മറ്റോ ആണോ? കേട്ടോടൂ, എന്തോ ഒരു 10 ദിവസത്തിന് മുമ്പ് വരെ എന്റെ കയ്യിൽ ഒരൊറ്റ കാശില്ലായിരുന്നു. ഉത്സവമാണെങ്കിലോ അങ്ങ് ഓടിക്കേറി വരികയും ചെയ്തു. അയ്യോ, താൻ ശ്രദ്ധിക്കുന്നുണ്ടോ? പിന്നെ ശ്രദ്ധിക്കാതെ കുടുംബത്തിന്റെ മാനം മുഴുവനും പോയെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. എനിക്കുണ്ടായ ഒരു മനസ്താപം, ഊണില്ല, ഉറക്കമില്ല, ഒന്നിനും ഒരു മനസ്സ് നിക്കായിക. കൃഷ്ണോടെ ഇരിക്കണം, താൻ ഇങ്ങനെ നിന്നാലോ? ഈടോ ഇരിയടോ, ഇത്രയും നേരം ആ ഉത്സവ പറമ്പിൽ ഓടി നടക്കുകയല്ലായിരുന്നു. ഇനിയെങ്കിലും വന്നിരുന്ന നടുവിന്റെ തളർച്ച മാറ്റുക. ആ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്തോന്നാ? മനസ്താപം. എന്തോന്നാ കൃഷ്ണപിള്ള ഈ പറയുന്നേ? ഈ തറവാട്ട് വക ക്ഷേത്രം അമ്മാവന്മാരായിട്ട് അവിടെ നടത്തി വരുന്ന ഉത്സവം ഇന്ന തീയതി വരെ അതിനൊരു മുടക്കവും നേരിട്ടിട്ടില്ല. അയ്യോ, അത് പിന്നെ എന്നോട് പറയണോ കൃപേട്ടാ? ഞാൻ വളർന്നത് എങ്ങനെയാ? ഇവിടുത്തെ ചോറ് തിന്നല്ലയോ? എനിക്ക് അറിഞ്ഞൂടെ ഇതെല്ലാം? അതെ അതെ, തനിക്കിതെല്ലാം അറിയാം. എന്നാലും ഞാൻ അങ്ങ് പറയുക, തനിക്ക് ഓർമ്മയുണ്ടോ മാവന്റെ ഭരണകാലം? ഓർമ്മയുണ്ടോന്ന് ചോദിച്ചാ ചെറിയൊരു ഓർമ്മയുണ്ട്. പിന്നെ എന്തിനാ ഓർമ്മിക്കുന്ന ഇതൊക്കെ? ഈ നാട്ടിൽ ആർക്കാ അതൊക്കെ അറിഞ്ഞുകൂടാത്തതെന്ന്? ഇന്നലെ പെറ്റുവീണ പിള്ളേരോട് ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ മഹത്വം പറയൂല്ലയോ? അദ്ദേഹം ആരായിരുന്നു? മഹാത്മാവല്ലായിരുന്നു? അതൊക്കെ പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു ഉത്സവം നടന്നു. അതുപോലൊരു ഉത്സവം എന്റെ ആയുസ് കാണൂല, ഞാൻ കണ്ടിട്ടില്ല. എത്രയായിരുന്നു അറിയാം? എത്രയായിരുന്നു? 14 പിന്നെ പാട്ട് കച്ചി. പാണ്ടിന്നൊരു തമിഴത്തിയെ കൊണ്ടുവന്നു. നോക്കി നിന്ന് പോകും. വെണ്ണക്കല്ല്. അതും പറഞ്ഞ് അമ്മാവ് വലിയ ഒരു ലഹള അങ്ങ് ഉണ്ടാക്കി. അതൊക്കെ ചരിത്രങ്ങളാ. അറിയാമേ, അറിയാം. സേവയ്ക്ക് എഴുന്നള്ളിച്ച് അങ്ങനെ നിർത്തിയേക്കുക. ആന എത്രയാ? 14.
മധുരെന്ന് വരുത്തിയേക്കുന്ന നാഗസ്വരക്കാരാ വായിക്കുന്നത്. തീവെട്ടിയും വെള്ളക്കും എല്ലാം കൂടെ ഒരു പ്രഭാപൂരം. അമ്മാവൻ കസൂനേരിയതും വിളംഭാരം ഇങ്ങ് കൊണ്ടുവാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്തവണത്തെ ഉത്സവത്തിന്റെ കാര്യം. അതെ അതെ, ഉത്സവത്തിന്റെ കാര്യം തന്നെ. കയ്യിലുണ്ടായിരുന്ന ഭൂമിയൊക്കെ വല്ലുവിന്റെയും കയ്യിലായി. പാട്ടം കിട്ടാണ്ടായിട്ട് കൊല്ലം 2-3 ഇത്തവണ തൊട്ട് നിലവുമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അങ്ങനെ അന്തം വിട്ടിരിക്കുമ്പോഴാ നമ്മുടെ ജോർജ് കുട്ടി കയറി വരുന്നു. ഒരു ദിവസം ആളെ അറിയാമോ? നമ്മുടെ മാടക്കിഴക്കതിലെ ഔസേപ്പിന്റെ മോനല്ലേ? അത് തന്നെ. ഇപ്പം മേടക്കിഴക്കതിലല്ല, മേടക്കാരുടെ കയ്യിൽ നിന്ന് പറമ്പും കെട്ടിടം എല്ലാം അവര് തന്നെ വാങ്ങിച്ചു. ഇപ്പം മേടയിലെ ജോർജ് കുട്ടി അവൻ വന്ന് കയറിയ പാടെ എന്റെ മുമ്പിൽ ഒരു പൊതി കൊണ്ടുവച്ചു. എന്തുവാടാ ഇത് എന്ന് ഞാൻ ചോദിച്ചു. 2500 രൂപയുണ്ട് എന്ന് അവൻ. എന്ത് വിനയം, എന്ത് ആദരവ്. അതെ അതെ, ആദരവ് കാണുമെന്ന്. അതെ അതെ. അപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാടോ ഇത് എന്ന്. അപ്പോഴവൻ പറയുന്നു, ആ ചാലിന്റെ വടക്കൊരു മേട്ടുതറിയും കൊച്ചുപുരയുടെ 1-2 ഉണ്ട്, അത് അവന് വേണം. എനിക്കുണ്ടായ സന്തോഷം നാളെ തന്നെ എഴുത്തൂത്ത് നടത്തി കളയാമെന്ന് ഞാൻ പറഞ്ഞു. കേറി വന്ന ഭാഗ്യമല്ലയോ. കണ്ടോ ഭഗവതിയുടെ ശക്തി കണ്ടോ. ആവശ്യം വന്നപ്പോ ഉടനെ ഒരാളെ പണവും കൊടുത്തയച്ചിരിക്കണം ഭഗവതി. അതുകൊണ്ട് ഇപ്പൊ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. ഇനിയിപ്പോ അതിലൊക്കെ അതിലൊരു 10-15-16 രൂപ ഉണ്ട്. ബാക്കി ഒറ്റ പൈസ ആർക്കും കടം വെച്ചിട്ടില്ല. അയ്യോ, എനിക്കൊരു 25 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അല്ല, എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിരുന്നതാ. അത്രേ ഇല്ലെന്നാ തോന്നുന്നത്. ഇത് താനിപ്പൊ കൊണ്ടുപോയി. എന്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളു. കഴിഞ്ഞ ഒരാഴ്ച താൻ ഓടിയ ഓട്ടത്തിന് 25 അല്ല 250 തന്നാ പോലും എനിക്ക് തൃപ്തിയാവത്തില്ല. എന്നാ പിന്നെ ഉള്ളത് നീ അന്നാട്ടെ. കേട്ടോ ഭാഗീരഥി, ഉത്സവം കേമമായി കെങ്കേമമായി ഓടി പിടിച്ചു. എന്താ ഭാഗീരഥി അമ്മയും മക്കളെ ആരെയും കണ്ടില്ലല്ലോ? ഞാൻ വന്നില്ല, പിള്ളേരെ അയച്ചില്ല. എന്താ? അവർക്ക് ഉത്സവം ഇഷ്ടമല്ല. ഓഹോ. പിന്നെ ഇന്നിപ്പോ അമ്പലത്തിൽ കയറാനും അവർക്കൊക്കത്തില്ല. ഓ, അത് ശരി, അത് ശരി. ഒക്കത്തില്ല. ഓ, അതൊന്നുമല്ല. 2500 രൂപയും പൊടി പൊടിച്ച് ഉത്സവം നടത്തി. ആ കൂട്ടത്തില് ഒരു മുണ്ടോ നേരിയതോ വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നു. ഈ കീറ തുണിയൊക്കെ വാരി വലിച്ചു ചുറ്റി വലിയതറയിൽ ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന്റെ ഭാര്യ എങ്ങനെയാ 4 പേരുടെ മുമ്പിൽ വരുന്നത്? അന്തസ്സിന് കുറവല്ലയോ? വേണ്ട, മതിയായി, എനിക്കെല്ലാം മതിയായി. സാവിത്രി, ആരാത്? ഞാനാ. വാതിൽ തുറക്ക. എല്ലാരും ഉറക്കമായോ? അച്ഛൻ ഇപ്പോഴാ കിടന്നത്. ഉറങ്ങിയോ? എന്ത് കുഞ്ഞുങ്ങൾ ഉറങ്ങിയില്ലയോ? സാവിത്രി, എന്താ അപ്പണൊക്കെ വന്നോ? മതി, ഈ വിളി എത്ര കാലമായി കേൾക്കുന്നു. ഒന്ന് പതുക്കെ. എന്തിനു ഞാൻ പതുക്കെ പറയണം? വേറെ ആരുമല്ല എന്റെ മുറിയിൽ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്റെ കഴുത്തിൽ മിന്നു കെട്ടിയവൻ തന്നെ. നിനക്ക് ഞാൻ വരുന്ന ഇഷ്ടമല്ലെങ്കിൽ ആ വിവരം പറഞ്ഞാൽ മതി. ഉറക്കെ കിടന്ന് ഒച്ചയിട്ടാല് ഒടുവിൽ നിന്റെ അച്ഛൻ എഴുന്നേറ്റ് വരും.
പിന്നെയും ഞങ്ങൾ തമ്മിൽ വഴക്കാവും. അതാ നിനക്ക് വേണ്ടതെങ്കിൽ നിന്റെ അച്ഛനെ കൊണ്ട് എന്നെ കുറെ ചീത്ത പറയിക്കാവുന്നേ ഉള്ളൂ. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ, എത്ര വേണമെങ്കിലും ഒച്ച കിട്ടും. പാത്തും പതുങ്ങി ഇരുട്ടത്ത് നടന്ന് ഇവിടം വരെ വന്ന് നിന്നെ കാണാൻ വേണ്ടിയാണ്. നിന്നോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. നിന്നെ കാണാതിരിക്കാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്. അത് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനിനി വരുന്നില്ല. എന്താ, മതിയോ? കരയാതെ സൗദി, കരയാതെ. ഞാൻ പിന്നെ എങ്ങനെ കരയാതിരിക്കും? കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുമായി എനിക്കിതേവരെ അങ്ങേ സ്വാതന്ത്ര്യമായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ടോ? സന്തോഷമായിട്ട് ഒരു ദിവസമെങ്കിലും കഴിച്ചിട്ടുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇപ്പോഴും ഒളിച്ചും പതുങ്ങിയും പാതിരാത്രി ജാരനെ പോലെ വരേണ്ടി വരുന്നു. നിന്റെ അച്ഛൻ എന്റെ മുഖത്ത് നോക്കിയില്ലയോ പറയുന്നത് മേലാൽ ഇവിടെ കയറി പോകരുത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നിന്റെ അമ്മ പറഞ്ഞു പറയിപ്പിച്ചത് കൊണ്ട്. അമ്മ എന്തിന് അച്ഛനെ കൊണ്ട് അങ്ങനെ പറയിച്ചു? അതെനിക്കറിയാൻ മേലെ. അറിയാം, സ്വന്തമായിട്ടൊരു ജോലി ഇല്ലാത്തത് കൊണ്ട്, ആണ്ടോടാണ്ട് കൂടി വരുന്ന മക്കളുടെ എണ്ണം കണ്ടതുകൊണ്ട്. ജോലി വേണമെന്ന് പറഞ്ഞ എവിടുന്നാ? ഓടിച്ചെന്നാൽ ഉടനെ തരാനായിട്ട് ആരാണ്ടിരിക്കുന്നു. ശ്രമിച്ചാൽ എല്ലാം കിട്ടും. നീ എന്തുവാ ഈ ഒന്നും അറിയാത്ത പിള്ളേരെ പോലെ സംസാരിക്കുന്നത്? എനിക്ക് പഠിപ്പുണ്ടോ? ഡിഗ്രി ഉണ്ടോ? MS പാസ്സായിട്ടുള്ള ആ മോഹനൻ നിൽക്കുന്ന നിൽപ്പ് തുടങ്ങിയിട്ട് കൊല്ലം 2 ആയി. അതൊന്നും എനിക്കറിയണ്ട. അയ്യോ, അച്ഛൻ ഉണർന്നെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങി അങ്ങ് ഓടിയേക്കാം. അയ്യോ, അത് വേണ്ട. പട്ടി കിടന്ന് കുരയ്ക്കും, പിന്നെ ആകെ ബഹളമാകും. അയ്യോ, ഇനിയിപ്പോ എവിടാവുന്നു വിളിച്ചിരിക്കുന്നേ? താനാണല്ലേ? എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. മനുഷ്യനായ ഒരു നാണം വേണം. ഈ വീട്ടിൽ കയറരുതെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലയോ? അച്ഛാ, എന്താ ഞാൻ പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും അല്ലേ? നിനക്ക് അവന്റെ കൂടെ പൊറുക്കണമെങ്കിൽ ഇറങ്ങി കൂടെ പൊയ്ക്കൂ. ഇവിടെ ആരും പിടിച്ച് നിർത്തത്തില്ല. എന്താ പോകണമെന്നുണ്ടോ? എന്റെ വീട്ടിൽ എന്നെ കാണാനായിട്ട് എന്റെ ഭർത്താവിന് വന്നുകൂടാ എന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. പട്ടിണി കിടക്കേണ്ടി വരുമായിരിക്കും. സാരമില്ല, സഹിച്ചോളാം. ഇത് ഭേദം പട്ടിണി കിടന്ന് മരിക്കുന്നത്. ഭർത്താവ് കുഞ്ഞ്, എന്തുവാ ഈ ഭർത്താവ് എന്ന് പറഞ്ഞാല്? ആണ്ടോടാണ്ട് ഓരോ മക്കളെ തരാനുള്ള ഒരു സ്ഥാപനവും മറ്റോ ആണോ? അവൻ ആദ്യമായി സ്വന്തമായിട്ടൊരു പിഴപ്പുണ്ടാക്കട്ടെ, എന്നിട്ട് മതി ഈ ഭാര്യയും ഭർത്താവുമായിട്ട് കളിക്കുന്നത്. എടോ വിജയൻ പിള്ളേ, തനിക്ക് തന്റെ ഭാര്യയെ സ്നേഹമുണ്ടോ? എന്താണ് അമ്മാവൻ അങ്ങനെ ചോദിക്കുന്നത്? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിച്ചു പോയതാ. താൻ ഇങ്ങനെ ഒരു രൂപം ഈ വീട്ടിലോട്ട് പാതിരാത്രിയിൽ ഒളിച്ചും പതുങ്ങിയും കയറി വരുന്നതും ഇറങ്ങിപ്പോകുന്നതും ആരെങ്കിലും കണ്ടെന്നിരിക്കട്ടെ. താനാന്ന് തിരിച്ചറിയാത്ത ആരെങ്കിലും ഒരാൾ ഇവളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു വരുത്തിയാല് തനിക്ക് അവരെ കുറ്റം പറയാൻ ഒക്കുവോ? എന്ന് വെച്ച് എനിക്ക് എന്റെ ഭാര്യയും മക്കളെയും കാണാതിരിക്കാൻ ഒക്കുവോ? ഇല്ലേ, ഒക്കണം. മനസ്സിലായോ? ഇത് ഇവിടെ ഞാൻ സമ്മതിക്കില്ല. വേണമെങ്കിൽ ഈ ബന്ധം അങ്ങ് വേർപെടുത്താൻ എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. അടുത്ത ആഴ്ച മുതൽ നിന്റെ അനിയത്തിയും കൂടെ ഇവിടെ വരികയാ. അവളൊരു ചെറുപ്പക്കാരി ഈ വീട് നിൽക്കുകയും നിങ്ങളിങ്ങനെ ഒളിച്ചങ്ങ് വരികയും ചെയ്യുന്നത് അവളുടെ ഭാവിക്ക് ചിലപ്പോ ദോഷം ചെയ്യും, ചിലപ്പോഴല്ല എന്തായാലും ദോഷം ചെയ്യും. അവൾക്ക് ഒരു ദോഷവും വരുത്തില്ല. അത് ഞാൻ ആലോചിച്ചോളാം. നിന്നെ പോലെ തന്നെയാ എനിക്ക് നിന്റെ താഴെയുള്ള 2 പേരും. 2നെ ഓരോരുത്തരുടെ കൂടെ പറഞ്ഞയക്കണമെന്ന് തന്നെയാ എനിക്ക് ആഗ്രഹം. നീ ഉണർന്നു. അല്ല, ഇവിടെ എന്തുവാ ബഹളമെന്ന് നോക്കുകയായിരുന്നു. കണ്ടോണം, മോളെയും മരുമോനെയും മനസ്സ് നിറയെ കണ്ടോണം. എന്റെ ദൈവമേ. എടോ വിജയൻ പിള്ളേ, ഞാൻ പോകുന്നു സാവിത്രി. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇനി ഒരിക്കൽ ഇതുപോലെ ഈ മുറിക്കുള്ളിൽ കണ്ടുപോകരുത്. കണ്ടാ അന്ന് ഞാൻ ഇതുപോലെ ആയിരിക്കില്ല. പോ. അയ്യോ,
പോകണ്ട പോകണ്ട ചേട്ടാ. പോകുന്നു സാവിത്രി, എനിക്കും കുറച്ച് അഭിമാനമൊക്കെ ഉണ്ട്. അഭിമാനം ഹോ. നിങ്ങൾ എന്നെ ആട്ടി ഇറക്കിക്കൂ, എനിക്കൊന്നും നഷ്ടം വരാൻ പോകുന്നില്ല. ഓ, എന്റെ മോക്ക് വരുന്ന നഷ്ടം ഞാനങ്ങ് സഹിച്ചോളാം. താൻ പോടോ. പോ. ശരി. പോകരുത് പോകരുതെന്നാ ഞാൻ പറഞ്ഞത്. പറഞ്ഞത് ആ കാര്യം നീയല്ല നിശ്ചയിക്കേണ്ടത് ഞാനാ. ഇപ്പൊ ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത്. സാവിത്രി, അച്ഛാ, അദ്ദേഹത്തെ പറഞ്ഞയക്കരുത്. അച്ഛന്റെ തീരുമാനമല്ലയോ മോളെ, നീ ഒന്നും പറയണ്ട. ഇത് ഞാൻ പറയും, ഇത് മാത്രം. പറഞ്ഞില്ലെങ്കിൽ പിന്നീട് പശ്ചാത്താപിക്കേണ്ടി വരും. എന്ന് പറഞ്ഞ ഞാൻ വീണ്ടും ഗർഭിണിയാണമ്മേ. അദ്ദേഹം ഈയിടെയായിട്ട് ഇവിടെ വരുന്നില്ലെന്ന് നാട്ടുകാർക്കറിയാം. അപ്പൊ പിന്നെ ശരി വിജയപിള്ളേ, കുടുംബത്തിന്റെ അഭിമാനം എനിക്ക് വളരെ വലുതാണ്. ഞാൻ പറഞ്ഞതൊക്കെ ക്ഷമിച്ചേര് കേട്ടോ. ആ ശരി, രണ്ടുപേരും കഥ കടത്തി കടന്നു. കാപ്പി. പാർവതി, എന്തോ? നീ പോവാൻ വരട്ടെ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് അച്ഛാ? നിന്റെ ഭാവിയും ഈ കുടുംബത്തിന്റെ ഭാവിയും സംബന്ധിക്കുന്ന കാര്യങ്ങളാ. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് പറയുക. നീ ആ പാക്കൊന്ന് വെട്ട്. പരീക്ഷ ഒക്കെ എങ്ങനെ എഴുതി? നന്നായി എഴുതി. ക്ലാസ് കിട്ടുമെന്നാ എന്റെ വിശ്വാസം. അപ്പോ നീ ഒരു വിഎക്കാരിയായി അല്ലേ? ഇനി ഇനി എന്തുവാ? എന്റെ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തേണ്ടത് ഞാനല്ലല്ലോ. അതും ശരിയാ. പക്ഷേ എനിക്കൊന്നും തീർച്ചപ്പെടുത്താനുള്ള ശക്തിയില്ല. നിനക്കിനി MAക്ക് പഠിക്കണമെന്നുണ്ടായിരിക്കുമല്ലോ. ഇല്ല. MAക്ക് പഠിക്കുന്നില്ലയോ? ഇല്ല അച്ഛാ. എന്തുകൊണ്ട്? ഈ വീട്ടിലെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട്. നിനക്കെല്ലാം ഞാൻ പറയാതെ തന്നെ അറിയാം. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. എന്നാലും ഞാൻ ചോദിക്കുന്നു, എന്തുവാ നിന്റെ പ്ലാൻ? അതിനെക്കുറിച്ച് വല്ലതും ആലോചിച്ചിട്ടുണ്ടോ കുഞ്ഞേ? ഇവിടെ അടുത്ത് ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു ജോലി വാങ്ങി തന്നാൽ മതി. എനിക്ക് അത്രയുമൊക്കെ ധാരാളമാണ്. വീട്ടിന് എന്തെങ്കിലും ഉപകാരപ്പെടണമെന്നേ എനിക്കുള്ളൂ. നിന്റെ ചേട്ടൻ വിചാരിച്ചാല് കാര്യങ്ങളൊക്കെ എളുപ്പമങ്ങ് നടക്കും. പക്ഷേ അങ്ങേരിപ്പോ വലിയ ആളാ. പണ്ടവൻ നമുക്കെല്ലാം വെറും രാജനായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. പെറ്റതള്ളയ്ക്ക് പോലും ഇന്നവൻ അഡ്വക്കേറ്റ് രാജശേഖരൻ നായരാണ്. ആ വ്യത്യാസം എനിക്കറിയാം. ഇനിയിപ്പോ അവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ നിവർത്തിയില്ല. നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് നിന്നെ പറഞ്ഞയച്ചാൽ എന്റെ ഒരു ജോലി തീർന്നു. പിന്നെ ജലജയാ ഉള്ളത്. അവളിപ്പം കൊച്ചാ. പക്ഷേ ഒരു 6-7 കൊല്ലം അങ്ങോട്ട് കഴിയുമ്പം അവക്കും ഒരുത്തിനെ അന്വേഷിക്കേണ്ടി വരും. എനിക്കൊരു നിൽപ്പുറച്ച് കിട്ടിയിരുന്നെങ്കിൽ ജലജയുടെ കാര്യത്തെക്കുറിച്ച് അച്ഛനെ ഓർക്കേണ്ടി വരില്ലായിരുന്നു. അതും ഒരു കണക്ക് ശരിയാ. അട്ടെ, നിന്റെ ചേച്ചിയുടെ തലയിലെടുത്ത് ഇങ്ങനെയായിപ്പോയി. അങ്ങേരെ കൊണ്ടൊരു വകയ്ക്ക് കൊള്ളത്തില്ല. നിനക്കറിയാമോ എന്തോ, സാവിത്രി ഇപ്പോഴും ഗർഭിണിയാ. ചേച്ചി പറഞ്ഞു. ഇങ്ങനെയായാൽ എങ്ങനെയാ? അവളുടെ 2ാമത്തെ കൊച്ചിന് 1 വയസ്സ് അങ്ങോട്ട് തികഞ്ഞിട്ടേ ഉള്ളു. ഇനി സൂക്ഷിച്ചാൽ മതിയല്ലോ. നീ പറയുമ്പോ എല്ലാം നിസാരമാണെന്ന് തോന്നും. പക്ഷേ എനിക്കാകെ കൂടി ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുക. ഒന്നോർത്താ ഭ്രാന്ത് പിടിക്കാത്തത് എന്താണെന്ന് ഞാൻ അതിശയിച്ചു പോവുക. അച്ഛന്റെ വിഷമങ്ങൾ എനിക്കറിയാം. ഭാഗീരഥിയോടൊന്നും പറയാനൊക്കത്തില്ല. അവക്കാകപ്പാടെ വിഷമിച്ച് നിൽക്കുക. സാവിത്രിയുടെ ഗർഭത്തിന്റെ കാര്യം അറിഞ്ഞതിൽ പിന്നെ അവക്കൊരു സമാധാനവുമില്ല. രാജൻ എന്ത് പറയുമെന്നറിയാൻ ഒക്കത്തില്ലല്ലോ. അവനിപ്പോ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, ഒന്നുമില്ല. എല്ലാം പണമാ. എന്തും പണം.
എന്തും കാണിച്ചു കളി. പണത്തെക്കുറിച്ച് ശ്രദ്ധ കൂടുന്തോറും ബന്ധങ്ങളെക്കുറിച്ച് ഓർക്കാൻ മനുഷ്യന് സാവകാശം കിട്ടാറില്ല. ശരിയാ കുഞ്ഞേ, അവന്റെ ഒരു എഴുത്ത് ഇന്നലെ വന്നിരുന്നു. ഉടനെ ഭാഗം നടത്തണമെന്ന് പറഞ്ഞ അവന്റെ നിൽപ്പ്. അതെന്താ കാര്യമെന്നറിയാവോ? പണത്തിന് അത്യാവശ്യം കാണും ചേട്ടന്. അതൊന്നും അല്ല, എനിക്കറിയാ. ഇപ്പൊ നിനക്ക് ജോലി ഉണ്ടാക്കണമെങ്കിൽ കുറെ പണം വേണ്ടി വരും. അതല്ല, ഒരു കല്യാണം നടത്തണമെങ്കിലും അതിനും ഒരു നല്ല ചെലവുണ്ടല്ലോ. ഇതുണ്ടാക്കണമെങ്കിൽ വല്ലതും കുറച്ചുകൂടെ എഴുതി കൊടുക്കേണ്ടി വരുമെന്ന്. അതാ അവന്റെ പരിഭ്രമം. അങ്ങനെ എഴുതി കൊടുക്കുന്നെങ്കിൽ നിന്റെ വീതം മാത്രമായിക്കോട്ടെ എന്നായിരിക്കും അവന്റെ വിചാരം. ചേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. കാര്യമില്ല. അവന് കഷ്ടപ്പാടും ദുരിതവും ഉണ്ടെങ്കിൽ കാര്യം ഉണ്ടായിരുന്നേന്. ഇന്നിപ്പോ അതൊന്നുമില്ല. വീടായി, കാറായി, ആവശ്യത്തിലും കവിഞ്ഞ് വരവുണ്ട്. ഇനിയിപ്പോ ഇളയ പെണ്ണിന്റെ കണ്ണ് തെളിച്ച് കഴിഞ്ഞിട്ട് സമ്പാദിച്ചാ മതി എന്ന് വെക്കണം. എന്താ ഞാൻ പറഞ്ഞത് കാര്യമില്ലയോ? ഈ ചെളിവെള്ളത്തിൽ കൂടെ ചെരുപ്പുമിട്ടുകൊണ്ട് നടക്കാൻ സത്യത്തിന് നല്ല തൊലിക്കെട്ടി തന്നെ വേണം. ഞാൻ സഹിച്ചു. ആ, കണ്ടു നിൽക്കുന്നവരും സഹിക്കണമല്ലോ. പെമ്പിള്ളാര് വഴിയെ നടക്കുമ്പോ ശൃംഗരിച്ചോണ്ട് പുറകെ പോകുന്ന എന്തിനാ? അതുകൊണ്ടല്ലയോ കാണേണ്ടി വരുന്നത്. വേറെ ജോലി വല്ലതും വേണ്ടായോ? അത് ശരി. അപ്പൊ തൊഴിലില്ലാത്തതുകൊണ്ടുള്ള ദോഷങ്ങളാ ഇതൊക്കെ അല്ലേ? പിന്നെ അല്ലാതെ. അതിരിക്കട്ടെ, മോഹനൻ ചേട്ടൻ എന്നും ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അതല്ല ഞാൻ പറഞ്ഞത്. MSc പാസ്സായിട്ട് കൊല്ലം 2 ആയില്ലേ ഈ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട്? എവിടെയെങ്കിലും ജോലിക്കൊന്നും ശ്രമിക്കരുതോ? കുഞ്ഞേ, മനുഷ്യൻ ശ്രമിച്ചത് കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ജോലി കിട്ടാൻ പോകുന്നില്ല. ശ്രമിക്കേണ്ടത് പണമാണ്. പണമുള്ള ഒരു പെണ്ണിനെ അങ്ങ് കെട്ടിക്കോണം. അപ്പൊ പിന്നെ ശല്യമില്ലല്ലോ. ആ, അത് ആലോചിക്കാതെ അല്ല. പക്ഷെ ഞാനൊരു അത്യാഗ്രഹക്കാരനാണ്. ജോലിയും കൂടെ ആയാൽ കുറെ കൂടി വലിയൊരു സ്ത്രീധനം വാങ്ങിച്ച് കുറെ കൂടി വലിയൊരു പെണ്ണിനെ കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ പാർവതി ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നു? അമ്പലത്തിലേക്ക് പോകുന്നു. കളികള, ഞാൻ ഗൗരവമായിട്ട് ചോദിക്കുകയാണ്. എന്താ പ്ലാൻ? ജോലിക്കോ അതോ? കൊള്ളാം. MSc ക്ലാസ്സോടുകൂടി പാസ്സായ ഒരാൾ 2 കൊല്ലമായിട്ട് ജോലിയും സ്വപ്നം കണ്ട് കുത്തിയിരിക്കുന്നു. പിന്നാണ് വെറും BA പാസ്സാകാൻ പോകുന്ന ഞാൻ. എനിക്ക് അത്ര ബുദ്ധിയില്ലാതൊന്നുമില്ല കേട്ടോ. അപ്പൊ പിന്നെ പഠിപ്പും വിവരവും സൗന്ദര്യവും ആരോഗ്യവും എല്ലാമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എന്തോ പഠിപ്പ് വേണ്ടി വരും ഈ ചെറുപ്പക്കാരന്. ഒരു MSc എങ്കിലും പാസ്സായിരിക്കണം. ജോലി വേണമെന്ന് നിർബന്ധമുണ്ടോ? പ്രേമിക്കാൻ ജോലി വേണമെന്നില്ല. പക്ഷേ കല്യാണം കഴിക്കണമെങ്കിലേ ജോലി കൂടിയേ തീരൂ. ആട്ടെ, സ്ത്രീധനം എന്തോ കൊടുക്കും? മണ്ണാങ്കട്ട. ഇന്ന് 2 അറിയണം. അതിനാ ഞാൻ വന്നത്. എല്ലാം ഒരു സാവകാശമായിട്ട് ആലോചിക്കാൻ വേണ്ടാവില്ലേ? വന്നു കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ധൃതി പിടിച്ചാലോ? അല്ല, എനിക്ക് സമയമില്ല. അച്ഛനിവിടെ വെറുതെ ഞാൻ കുത്തിയിരുന്നാൽ മതി. എനിക്കിവിടെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇന്ന് തന്നെ കാലത്ത് കോടതിയിൽ നിന്ന് ഞാൻ നേരെ ഇങ്ങോട്ട് പോരുകയായിരുന്നു. വീട്ടിൽ നിന്ന് പോകാൻ പോലും കഴിഞ്ഞില്ല. ഇതും നിന്റെ വീട് തന്നല്ലോ. അതെ. അല്ല, ഞാൻ എന്റെ സമയക്കുറവിന്റെ കാര്യം പറയുകയായിരുന്നു. രാജാ, ഇങ്ങോട്ട് പോരുമ്പം നീ ജനിച്ചു വളർന്ന വീട്ടിലേക്കാ വരുന്നതെന്നും കൂടെ ഒന്ന് ഓർക്കണം. അല്ലാതെ ഒരു കക്ഷിയെ കാണാൻ വരുന്ന പോലെ വരരുത് കേട്ടോ. ഞാൻ മിണ്ടാതിരിക്കാം. പക്ഷേ എന്റെ കണ്ണി പിടിക്കാത്തത് വല്ലതും കണ്ടാല് ഞാൻ നിലമറന്ന് വല്ലതും ഒക്കെ അങ്ങ് പറഞ്ഞു പോകും. അല്ല, ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. കഴിയുന്നതും വേഗം ഭാഗം നടത്തണമെന്ന് പറഞ്ഞു. അതെല്ലാവരുടെയും ഒരു ആവശ്യമാണ്. അത് നീ പറഞ്ഞോ? പക്ഷേ നിന്റെ അച്ഛനോടാ നീ സംസാരിക്കുന്നതെന്ന് ഓർമ്മിച്ചോളണം. നിന്നെ പഠിപ്പിച്ച് ഈ നിലയിലാക്കി എടുക്കാൻ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനായി ഇരിക്കുന്നത്. അത് മറക്കരുത്. എന്താ? നീ അകത്ത് പോ. ആ കൃഷ്ണപിള്ളയെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടു. അപ്പോ അയാളൊരു കാര്യം പറഞ്ഞു. അത് ഉള്ളതാണോ എന്ന് എനിക്കൊന്നറിയണം. എന്താണ്? സാവിത്രിയുടെ കാര്യമാണ്. സാവിത്രിക്ക് ഇപ്പോൾ ഗർഭമാണ്. അതായിരിക്കുമല്ലോ കേട്ടത്. അപ്പോൾ ഞാൻ കേട്ടത് നേരാണ്. അതെ.
അതിനിപ്പോ എന്താ? അതാണ് ഞാൻ ഉടനെ ഭാഗം നടത്തണമെന്ന് പറയുന്നത്. ഓ, എനിക്ക് തോന്നാതെ ഇരുന്നില്ല. ഇത് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇനി ഇപ്പോൾ താമസിച്ചാല് ഒടുവിൽ എനിക്കും എന്റെ പിള്ളേർക്കും ഒന്നും കിട്ടാനുണ്ടാവില്ല. മനസ്സിലായില്ല. ഇപ്പോ തന്നെ സാവിത്രിക്കും അവിടെ 3 പിള്ളേർക്കും കൂടി ആകെ 4 വീതം അങ്ങ് പോകും. ബാക്കിയാണ് ഞങ്ങൾക്ക് 3 പേർക്ക്, എനിക്കും പാർവതിക്കും ജലജയ്ക്കും കൂടി ഉള്ളത്. ഓഹോ, അതായത് നിങ്ങൾക്ക് 3 പേർക്കും കൂടി കിട്ടുന്നതിനേക്കാൾ അല്പം കൂടുതലായിരിക്കും സാവിത്രിക്ക് മാത്രമായി കിട്ടുന്നതല്ലേ? അതെ, അത് തന്നെ. ഇതൊരു ബുദ്ധിയാണ്. ആ വിജയൻപിള്ള ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ബുദ്ധിമാനാണ്. പക്ഷേ അയാളുടെ ആ ബുദ്ധി ഉണ്ടല്ലോ എന്റെ അടുത്ത് കാണിക്കണ്ട. ഞാൻ അതിനേക്കാൾ വളഞ്ഞ വഴി ചിന്തിക്കുന്നവനാണ്. കാപ്പി ഭാഗീരഥി, എന്തോ വാ മരട്ടെ. നീ കൂടി കേൾക്കേണ്ട കാര്യങ്ങളായി പറയുന്നതേ. എന്താ ഇത്ര വലിയ കാര്യങ്ങൾ പറയാൻ? അല്ല, വിജയൻപിള്ള വളഞ്ഞ വഴിയെ ചിന്തിക്കുന്നവനാണോ? ആ, എനിക്കറിഞ്ഞൂടാ. പോട്ടെ, നിന്റെ മോനെങ്ങനെ വളഞ്ഞ വഴിയാണോ അങ്ങേർക്കും? എനിക്കറിഞ്ഞുകൂടാന്ന്. എന്നാ നിനക്കൊന്നും അറിയാൻ വയ്യ. ഇവര് രണ്ടുപേരും കുബുദ്ധികളാ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നിന്റെ മോൻ തന്നെ അത് പറയുന്നത്. അങ്ങനെ പറയാൻ കാര്യം? അവനോട് തന്നെ ജോലി. ഞാൻ പറയാമേ, സാവിത്രി ഇങ്ങനെ ആണ്ടോടാണ്ട് പ്രസവിക്കാൻ തുടങ്ങിയാല് അത് ബാക്കിയുള്ളവർക്ക് ക്ഷീണമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാടാ? അവക്കല്ലേ അതിന്റെ ക്ഷീണം? മണ്ടി, അത് ശാരീരികം, ഇത് സാമ്പത്തികം. ആ, എനിക്ക് മനസ്സിലായി. എടാ കുഞ്ഞേ, രാജാ, സാവിത്രി ആദ്യം പ്രസവിച്ചപ്പോ നീ ആ കുഞ്ഞിനെ എടുത്ത് തലയെ വെച്ചോണ്ട് ഈ നാട് മുഴുവൻ നടന്നു. ഒരനന്തരവനുണ്ടായി കണ്ടതിന്റെ സന്തോഷം നീ ഈ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു. ഉള്ളതാണോ? അതെ. അന്ന് ഞാൻ വിചാരിച്ചു തന്ത കുറെ ചുമതലാബോധമില്ലാത്തവനായി പോയാലും കുഴപ്പമൊന്നുമില്ല, ആ പിള്ളേരുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ അമ്മാവനെങ്കിലും ഉണ്ടാവുമെന്ന്. ഇപ്പോ ഒരനന്തരവനും കൂടി ഉണ്ടാകാൻ പോകുന്നുവെന്ന് കേട്ടപ്പോ നിന്റെ ഭാവമേ അങ്ങ് മാറി. അല്ലേ? നിനക്ക് തീരെ സഹിക്കുന്നില്ല. അതല്ല, എനിക്കറിയാം. എനിക്കൊന്നും കേൾക്കണ്ട. ആദ്യമായിട്ട് ഒരു അനന്തരവൻ ഉണ്ടാകുന്നതിന്റെ സന്തോഷം 3ാമത്തെ അനന്തരവൻ ഉണ്ടാകുമ്പോഴും കണ്ടോണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും കുഞ്ഞെ, ഇത്ര മനുഷ്യത്വമില്ലാതെ നീ സംസാരിച്ചു കളയുമെന്ന് എനിക്ക് തീരെ പ്രതീക്ഷയില്ലായിരുന്നു. അമ്മ കാര്യങ്ങൾ നേരെ ചൊവ്വേ മനസ്സിലാക്കാതെയാണ്. എന്താ ഞാൻ മനസ്സിലാക്കാനുള്ളത്? എനിക്കുണ്ടാകുന്ന പിള്ളേരുടെ ഭാവിയും കൂടെ ഞാൻ നോക്കണ്ടേ? ഇപ്പൊ നിനക്ക് ഒരു കൊച്ചനല്ലേ ഉള്ളൂ. ഭാവിയെ കുറിച്ച് കൂടി ഞാൻ ഓർമ്മിക്കണ്ടേ അമ്മേ? ഭാഗീരഥി, എന്താ? രാജൻ പറയുന്നതാണ് ശരി. വിജയൻപിള്ളയെ പോലെ ചുമതലാബോധമില്ലാത്ത ഒരുത്തനല്ല രാജൻ. അവൻ അവന്റെ കുഞ്ഞുങ്ങളോട് ഇപ്പോഴേ കടപ്പെട്ടവനാണ്. മനസ്സിലായോ? രാജാ, നീ പറയുന്നത് പോലെ ചെയ്യാം. ഏറ്റവും അടുത്തൊരു തീയതിക്ക് നമുക്ക് ഉള്ളതങ്ങ് പങ്കുവെച്ച് കളയാം, കേട്ടോ? ഭാഗം വെച്ച് എന്നെയും പിള്ളേരെയും കൂടങ്ങ് ഒപ്പിച്ച് കളയാമെന്ന് വിചാരമുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിരിക്കത്തേ ഉള്ളു. അയ്യോ, ഒന്ന് പതുക്കെ പറ. എന്തിനാ പതുക്കെ പറയുന്നത്? എനിക്കൊരു പട്ടിയും പേടിയില്ല, ഒരു പട്ടിയും പേടിയില്ല. പറയാനുള്ളത് ഞാൻ ഉറക്കെ തന്നെ പറയും. നീ എന്തോ ചെയ്യും? ഞാൻ എന്തും ചെയ്യത്തില്ല. പിന്നെന്തുവാ? നിന്റെ അച്ഛൻ വല്ലതും ചെയ്യുമോ? എനിക്കറിഞ്ഞൂടാ. നിന്റെ അച്ഛനെ ഒന്നും ചെയ്യത്തില്ലെന്നറിയാം നിനക്ക്. എന്റെ അച്ഛനെ പറയരുത്. പറഞ്ഞാലോ? എടീ, ഞാൻ വെറും മണ്ടനൊന്നുമല്ല കേട്ടോ. നല്ലൊരു തന്തയ്ക്ക് തന്നെ ഞാനും പറഞ്ഞത്. കോട്ടും പാപ്പാസും ഒക്കെ ഇട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ മുറി ഇംഗ്ലീഷും അടിച്ചാൽ ഞാനിങ്ങ് വരണ്ടു പോകുമെന്ന് നിന്റെ ചേട്ടൻ്റെ വിചാരം. അവനോട് ഇന്ന് പറഞ്ഞേരെ, വിജയൻപിള്ളെ അങ്ങനൊന്നും അങ്ങ് വരട്ടാനൊക്കത്തില്ലെന്ന്. എടി സാവിത്രി, നീ എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ എന്തോ മിണ്ടണം? എന്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയി. എല്ലാവർക്കും എന്നോട് ദേഷ്യം. ചേട്ടനും അച്ഛനും അമ്മയ്ക്കും ഒന്നും എന്നെ കണ്ടുകൂടാ. ഇപ്പൊ നിങ്ങൾക്കും. നീ ഒന്ന് സമാധാനപ്പെട്. ഇപ്പൊ വക്കീലദ്ദേഹത്തിന്റെ വിചാരം എന്തുവാന്ന് നിനക്കറിയാവോ? എനിക്കൊന്നും അറിയാൻ മേല. എന്നാൽ എനിക്കറിയാം. നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് വീതം തരാതെ
പെറുന്നതിന് മുമ്പേ ഭാഗം നടത്തണം. അതാ അങ്ങേരുടെ പരിപാടി. പക്ഷേ അതിന് വേറെ ആളെ ഉണ്ടാക്കൂ. നിന്നെക്കൊണ്ട് ഞാൻ കേസ് കൊടുപ്പിക്കും. കേസ്. നിങ്ങൾ ഈ കള്ളും കുടിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ കിടന്ന് അലറരുത്. അച്ഛനോ മറ്റോ കേട്ടാ എനിക്കാ മോശം. നിന്റെ അച്ഛൻ കേൾക്കും. അതിനുകൂടാ ഞാൻ പറയുന്നത്. എന്റെ അച്ഛൻ നിങ്ങളോട് എന്തോ ദ്രോഹം ചെയ്തു? ചെയ്തില്ല, പക്ഷെ ചെയ്യും. അങ്ങേരും മോനും കൂടി ഒരു കയ്യാ. കാശുള്ളത് വക്കീലിന്റെ കയ്യിലാണെന്നല്ലോ, അത്രേ ഉള്ളു കാര്യം. എന്നെ സഹായിച്ചാൽ എന്തുവാ പ്രയോജനം? യാതൊരു പ്രയോജനവുമില്ല. താൻ പറഞ്ഞത് ശരിയാ അച്ഛാ. ഞാൻ ഇവിടുത്തെ ബഹളമെല്ലാം കേട്ടു. എടോ വിജയം പിള്ളേ, താനീ അടുത്ത് വാ. അത് എടോ ഇവിടെ വരാൻ. വാടോ ഇവിടെ വരാൻ പറഞ്ഞാ വന്നോന്നു. പോരാതാണ്. എടോ താൻ മദ്യപിച്ചിട്ടുണ്ടോ? മോവന്റെ കാര്യമല്ല ചോദിച്ചത്, തന്റെ കാര്യമാ. താൻ കുടിച്ചിട്ടുണ്ടോന്ന് ഉത്തരം പറ. കുറച്ച്. മേല ഇവിടെ വരുമ്പോൾ ഇത് ആവർത്തിക്കരുത്, മനസ്സിലായോ? എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതിനാണോ കുടിച്ചത്? നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തപ്പോൾ കുടിച്ചുകൊണ്ടെന്നും പറഞ്ഞ് ഇളയാവന്നാലെയോ? എരപ്പാളി അടിച്ച് ഞാൻ പല്ല് തെറിപ്പിച്ചു കളി കേട്ടാ. ഈ തറവാട്ടിൽ ഇന്നേ വരെ ഒരുത്തനും മദ്യപിച്ചുകൊണ്ട് കയറി വന്നിട്ടില്ല. കൊള്ളാവുന്ന ആളുകൾ ജീവിച്ചിരുന്ന ഒരു തറവാടാടായത്. ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ഇത് ഈ മദ്യത്തിന്റെ ഗന്ധം ഇതുവരെ കലർന്നിട്ടില്ല. അതും കൂടിയേ ഉള്ളിൽ ഇവിടെ ഉണ്ടാവാൻ. എന്റെ ജീവനുള്ള കാലത്ത് ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഞാൻ സമ്മതിക്കത്തില്ല. താൻ ഇനി ഇത് ഒരിക്കൽ കൂടി ആവർത്തിക്കാനുണ്ടല്ലോ, ഞാൻ അരിഞ്ഞു കളയും. മോളെ, നിന്റെ ഒരു തലയിലെടുത്ത് എല്ലാം എന്റെ തെറ്റ് തന്നെയാണ്. നീ ക്ഷമിക്കും മോളെ, ക്ഷമിക്കും. ഭാഗീരഥി, ഭാഗീരഥി. മരുമോൻ ദാ കണ്ടോ? എന്തോന്നാ മണം വരുന്നില്ലേ? മരുമോന്റെയാ. വിജയം പിള്ളേ, മനസ്സിലായോ ഭാഗീരഥി നിനക്ക്? മനസ്സിലായി. അമ്മാവനും അമ്മാവിയും എന്നോട് ക്ഷമിക്കണം. ഇനി ഞാനിത് ആവർത്തിക്കും. ഭാഗീരഥി, ഈ തറവാട് മുടിഞ്ഞു കഴിഞ്ഞു. ഞാൻ മാത്രം വിചാരിച്ചാലോ, ഞാനും നീയും കൂടെ വിചാരിച്ചാലോ ഇവിടെ നേരെയാകാൻ പോകുന്നില്ല. കാരണവന്മാര് സമ്പാദിച്ചിട്ടത് കൊണ്ട് പട്ടിണി കൂടാതെ കഴിഞ്ഞു പോകാം. പക്ഷേ ഇവിടെ ബന്ധങ്ങളെല്ലാം ആകെപ്പാടെ ഉലഞ്ഞു പോയിരിക്കുന്നു. അച്ഛന് മകളില്ല, മകൾക്ക് അമ്മയില്ല, ഭാര്യയ്ക്ക് ഭർത്താവില്ല, ചേച്ചന് ചേച്ചിയില്ല, ഒന്നുമില്ല. ഞാൻ തോറ്റു ഭാഗീരഥി, ഞാൻ തോറ്റു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. എന്താണ് പാർവതിക്ക് ആകെ ഒരു വിഷമം? റാങ്ക് കിട്ടിയില്ല എന്നതാണോ? പാർവതിക്ക് ക്ലാസ് ഉണ്ട് എന്നറിഞ്ഞപ്പോഴേ അവിടെ അമ്മയ്ക്ക് സന്തോഷമായിരിക്കുകയാണ്. അങ്ങോട്ടെങ്കിലും കാണാനേ ഇല്ലെന്നാണ് അമ്മയുടെ പരാതി. എനിക്ക് ക്ലാസ് കിട്ടിയതിൽ ആകെ 2 പേരെ സന്തോഷിക്കാനുള്ളൂ, മോഹൻ ചേട്ടനും മോഹനൻ ചേട്ടന്റെ അമ്മയും. പാർവതിയുടെ വീട്ടിൽ ആർക്കും സന്തോഷമില്ലേ? അവിടെ വേറെ പല കാര്യങ്ങളിലാണ് എല്ലാവർക്കും ശ്രദ്ധ. എന്റെ കാര്യത്തിൽ ആര് ശ്രദ്ധിക്കാൻ? എന്താ പാർവതി ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട്. മനസ്സിലാവുന്നില്ല. മനസ്സിലാവാതിരിക്കട്ടെ. എന്നോടുകൂടി പറഞ്ഞാൽ പാർവതിക്ക് അത്ര കണ്ട് ഭാരമൊഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ അറിഞ്ഞില്ലേ, അവിടെ ഭാഗം നടക്കാൻ പോകുന്നു. ഞാൻ അറിഞ്ഞു.
സാവിത്രി ചേച്ചിക്ക് ഇപ്പോൾ ഗർഭമാണ്. നേരെ നേരെ ഇപ്പോഴത്തെ കുട്ടിക്ക് എന്ത് പ്രായമായി? 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ വേണ്ടായിരുന്നു. ആ കുട്ടിക്കും കൂടി വീതം വേണമെന്നാണ് വിജയൻ ചേട്ടന്റെ പിടിവാശി. അത് കൊടുക്കില്ലെന്ന് രാജൻ ചേട്ടനും. കഷ്ടം. ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അത് പ്രശ്നമായിരിക്കുന്നു. ഇപ്പോഴേ തന്നെ ശത്രുക്കളെ സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലേക്ക് കടന്നു വരുന്ന പുതിയ അതിഥിക്ക് പറ്റിയ ഒരു സ്വീകരണം. പാർവതിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ലേ? എല്ലാം നോക്കി നിൽക്കാം, എല്ലാം നേരെയാകണേ എന്ന് പ്രാർത്ഥിക്കാം. പാർവതി സമാധാനമായിരിക്കൂ, എല്ലാം ശരിയാകും. എന്തോ പാർവതിക്ക് എന്നെ വിശ്വാസമാണ്. അതെ, എനിക്കൊരു ജോലി ശരിയാവട്ടെ. ഞാൻ പാർവതിയെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഭാഗം ഇപ്പൊക്കെ എങ്ങനെയോ നടക്കട്ടെ. ജലജയുടെയും അമ്മയുടെയും അച്ഛന്റെയും പ്രശ്നമല്ലേ ഉള്ളൂ, അത് നമുക്ക് ഏറ്റെടുക്കാം. ചേട്ടാ ധൈര്യമായിരിക്കും, ധൈര്യമായിരിക്കും. അമ്മേ അമ്മേ, നീ ഇതെപ്പോ വന്നു? ഇതാരാ കൂടെ ഉള്ളത്? മാധവൻ പിള്ള അല്ലയോ? എന്താണോ തന്നെയൊക്കെ കണ്ടിട്ട് കാലം കുറെ ആയല്ലോ. ഇരി ഇരി. ഞാൻ പോരുന്ന വഴിക്ക് രജിസ്റ്റർ വെച്ചിരുന്നും മാധവൻ പിള്ളയെ കൂടി വിളിച്ചോണ്ട് പോന്നു. അത് നന്നായി. ഇരിയടോ മാധവൻ പിള്ളേ, ഇരിക്കേ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? താനിപ്പോ ഇതുവഴി ഒന്നും കടക്കാറേ ഇല്ലല്ലോ, വലിയ ആളായി പോയില്ലയോ? ഇല്ല, പല ജോലി തിരക്കുകളാണ്. ഒന്ന് ഒഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നേരം കിട്ടുന്നതേ ഇല്ല. അപ്പോഴ് ഇന്നാള് കുഞ്ഞതിലെ വന്നപ്പം പറഞ്ഞു ഉള്ളത് എല്ലാവർക്കും കൂടിയായിട്ട് അങ്ങ് നുള്ളി പങ്കുവെച്ച് കൊടുക്കണമെന്ന്. ഓ, ഇനിയിപ്പം അതങ്ങ് ചെയ്യണേ. കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രായമായി, ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ ശേഷിയുമായി. ഇനിയും നമ്മൾ എന്തിനായി എല്ലാം കൂടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോരുത്തരെയും വിളിച്ച് കൊടുക്കാനുള്ളത് കൊടുത്ത് അങ്ങ് പറഞ്ഞു വെക്കണം. വേണം. ആ, അങ്ങേക്കാണെങ്കിൽ പ്രായമായി വരികല്ലേ ഇപ്പോ? എനിക്ക് 53 എങ്കിലും വയ്യ, ക്ഷീണമായി പോയി. മനസ്സിന്റെ ക്ഷീണമാ, അല്ലാതൊന്നുമില്ല. ഭാഗീരഥി ചേച്ചിക്ക് അവർക്ക് 44 ആകാൻ പോകുന്നു. കണ്ടോ, ഇനിയിപ്പോ എല്ലാം കൂടെ നോക്കി നടത്താൻ നമുക്ക് പ്രയാസമാണ്. എല്ലാം കൊടുത്തങ്ങ് ഒഴിച്ചാല് സ്വസ്ഥതയുണ്ടല്ലോ. എന്തുവാന്നാ ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയല്ലയോ? മനസ്സിന്റെ ക്ഷീണം ഒന്ന് മാറുകയെ. ശരിയാടോ, എല്ലാം ശരിയാ. അമ്മ എന്തിയെ ആധാരം കിട്ടെല്ലാം ഒന്ന് എടുത്തു കൊടുക്കണമായിരുന്നു. അവർക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞ് കാലത്തെ മുതല് മൂടി പുതച്ച് കിടക്കുക. എനിക്കങ്ങ് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. 100 ജോലിയിടയിലാണ് ഇങ്ങോട്ട് വന്നത്. എന്തുവാന്നാ ഭാഗീരഥി ചേച്ചിക്ക് അസുഖം? താനെങ്കിലും അത് ചോദിച്ചല്ലോ. അവർക്ക് തീരെ സുഖമില്ല, രാവിലെയും ഒന്നും കഴിച്ചില്ല, ഉറങ്ങുകയാണെന്നാ തോന്നുന്നത്. ഭാഗീരഥി, ഭാഗീരഥി. വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം. വേണ്ട, ഞാൻ തന്നെ വരാം. നീ അവിടെ കിടന്നാ മതിയായിരുന്നല്ലോ. വേണ്ട, എനിക്കൊന്നുമില്ല. ഇതാരാ വന്നിരിക്കുന്നതെന്ന് കണ്ടോ? കണ്ടു. ഇവിടെ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കുകയും ചെയ്തു. ആധാരം ഒന്ന് എടുത്താല് മാധവൻ പിള്ളേക്കൊന്ന് നോക്കാമായിരുന്നു. മനസ്സില്ല തരാൻ. ഭാഗീരഥി, ഇവിടെ അതിനേക്കാൾ വലിയ കാര്യങ്ങള് 100 കിടക്കുന്നു. അന്നേരമാ അവന്റെ ഒരു ആധാരക്കെട്ട്. ഇപ്പോ ആരും അത് നോക്കണ്ട. മാധവൻ പിള്ളേ, ഞാൻ വിളിക്കുമ്പോ താൻ വന്നാ മതി. മനസ്സിലായോ? അയാളതൊന്ന് നോക്കട്ടെ. വേണ്ട, ഒരാഴ്ച കൂടെ ഒന്ന് ക്ഷമിച്ചാലേ. അതുകൊണ്ട് ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. മാധവൻ പിള്ളേ, എന്നാലേ താനിപ്പോ പോയിക്കോ. ആവശ്യമുള്ളപ്പോ ഞാൻ ആളയക്കാം കേട്ടോ. ഒരാഴ്ചയും കൂടെ ഒന്ന് കഴിയട്ടെ. അമ്മ ഇതെന്തോന്നാണ് പറയുന്നത്? എനിക്കെന്ന് ഈ മുറിപ്പുരയിടത്തിന്റെ പുറകെ കിടന്ന് ഓടാൻ വെക്കും? ഓടണമെന്നില്ല. നിനക്ക് കിട്ടാനുള്ളത് നിനക്ക് കിട്ടിയിരിക്കും. അതാരും തട്ടിയെടുക്കത്തില്ല. സ്വന്തം കൂടപ്പുറപ്പുകളെ സംശയിക്കാൻ നിന്നെ ആര് പഠിപ്പിച്ചടാ കുഞ്ഞെ? സ്വന്തം കാലുറച്ചു കഴിഞ്ഞപ്പം
എല്ലാമായി എന്ന് വിചാരിച്ചു കളയരുത്. കാലുറയ്ക്കാൻ ഇനിയും താഴെ വേറെയും പിള്ളേരുണ്ട്. ഒരു പെണ്ണൊരുത്തി കെട്ടിക്കാറായി നിൽക്കുന്നു. അവക്ക് ഒന്നുകിൽ ഒരു ജോലി, അല്ലെങ്കിൽ ഒരു കല്യാണം. എന്തെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കാൻ നോക്കുകയല്ല. നിനക്കിപ്പം കിട്ടാനുള്ളത് കിട്ടണം, അല്ലേടാ? അവൾക്കുള്ളതങ്ങ് തിരിച്ചു കൊടുത്തില്ലേ? അതുകൊണ്ട് അവളുടെ കാര്യം നേരെയാകുമല്ലോ. അതിന്റെ പേരിൽ ബാക്കിയുള്ളവർക്ക് കിട്ടാനുള്ളത് എന്തിനാ കുറയ്ക്കുന്നത്? പറഞ്ഞതിലും ഒരല്പം കാര്യമുണ്ട്. കാര്യവും കാര്യക്കേടും ഒന്നും ആരും എനിക്ക് പറഞ്ഞു തരണ്ട. അല്ല, ഞാനിതിന്റെ നിയമവശം പറഞ്ഞതേ ഉള്ളൂ. നിയമം? ഇവൻ എങ്ങനെയാ വക്കീലദ്ദേഹമായത്? അവന്റെ സ്വന്തം വീരത്തിൽ നിന്ന് എടുത്തല്ലല്ലോ അവൻ പഠിച്ചത്. അത് വിറ്റുമല്ലല്ലോ അവന് പണം അയച്ചു കൊടുത്തത്. പിന്നെ അതൊന്നും ചോദിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ഉള്ളത് കൊച്ചു പിള്ളേരല്ലേ, അവരെങ്ങനെയാ നിയമം ചോദിക്കുന്നത്? ഞാൻ നിയമമൊന്നുമല്ല പറഞ്ഞത്. നീയല്ല ഇതൊന്നും പറയുന്നത്, എനിക്കറിയാം. നിന്റെ ശബ്ദത്തിൽ ഞാൻ കേൾക്കുന്നെങ്കിലും ഇതെല്ലാം നിന്റെ ഭാര്യയുടെ വാക്കുകളാണ്. അവൾ പട്ടണത്തിൽ ജനിച്ചു വളർന്നവളാണ്. നാട്ടിൻ പുറത്തെ ബന്ധങ്ങളുടെ ശക്തി അങ്ങനെ ഒരു പെണ്ണിന് മനസ്സിലാക്കാൻ പറ്റൂല. അത് അവളുടെ കുറ്റമല്ല, അവൾ വളർന്ന സാഹചര്യങ്ങളുടെ തകരാറാണ്. ഞങ്ങൾ ഇറങ്ങും. ഇനി ഇവിടെ നിന്ന് കത്ത് വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ആവശ്യമില്ലാതെ എന്തെല്ലാം കേൾക്കേണ്ടി വരുന്നു. വാടോ മാധവൻ പിള്ളേ. ഞാൻ അങ്ങോട്ട്. ശരി, താനെന്നാലും അങ്ങോട്ട് ചെല്ലേ. ഭാഗീരഥി, എന്താ ഭാഗീരഥി ഇത്? കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കിടന്ന് കരയുന്നത്. പിള്ളേര് കേട്ടാ മഹാമോശം തന്നെ. നിനക്കെന്താ ശരീരത്തിന് അസുഖം വല്ലതും ഉണ്ടോ? പിന്നെന്താന്ന് വെച്ചാല് പറഞ്ഞു തോലയ്ക്ക്. ഇതെന്ത് കഷ്ടം ഭാഗീരഥി, ഭാഗീരഥി. അങ്ങനെ വെറുതെ കിടന്ന് കരയാതെ കാര്യം പറ. എഴുന്നേറ്റിരിക്കും. എന്താണ് നിനക്ക്? ഇന്നിപ്പോ കുറെ ദിവസമായിട്ട് ഞാനിത് സൂക്ഷിക്കുന്നുണ്ട്. നിന്റെ ഒരു മ്ലാനഭാവം. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് ഭയമാണ്. ഒരുമാതിരി വിഭ്രാന്തി പിടിച്ച മുഖം. എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഭാഗീരഥി, കാര്യം തുറന്നു പറ. എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? കുടുംബഭാഗം വെക്കുന്നതിന്റെ പേരിലാണോ നീ വേണ്ടാത്തതൊക്കെ പിറവിറുക്കുന്നത്? അല്ല. പിന്നെന്താ? രാജൻ വല്ലതുമൊക്കെ പറയുന്നത് കേട്ടാണോ? അല്ല, അല്ല. പിന്നെന്താ? എടാ, പാതിരാത്രി വരെ കിടന്ന് പട്ടി മൂങ്ങുന്നത് പോലെ മൂങ്ങിയ എനിക്കെങ്ങനെയാ കാര്യം മനസ്സിലാവുന്നത്? ഒന്ന് കാര്യം പറഞ്ഞു നിനക്ക്, അല്ലെങ്കിൽ ഇതൊന്നും നിർത്തി മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങും. ഉറങ്ങിക്കൊള്ളൂ. ഞാൻ ഉറങ്ങിക്കോളാം. വല്ലതും പറയാനുണ്ടോ? എന്നാൽ അത് കേട്ടിട്ട് ഞാൻ ഉറങ്ങുന്നുള്ളൂ. പറയൂ, എന്താ കാര്യം? എന്നെ വഴക്കു പറയരുത്. ഇല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത്രയും നാൾ ഞാനത് ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നു. പറഞ്ഞാൽ അങ്ങയുടെ സമാധാനം മുഴുവൻ നശിക്കും എന്നറിയാവുന്നത് കൊണ്ട്. നിനക്കില്ലാത്ത മനസ്സമാധാനം പിന്നെ എനിക്കെന്തിനാ ഭാഗീരഥി? നീ പറ. ഞാൻ പറ. എനിക്ക് ഗർഭമുണ്ട്. ഉള്ളതാണോ ഭാഗീരഥി നീ പറഞ്ഞത്? ഇത്രയും നാളും ഞാനത് ആരോടും മിണ്ടിയില്ല. ഒരമ്മ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ഞാൻ ചെയ്തു.
എന്റെ വയറ്റിൽ ഊറിക്കൂടിയ ശിശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ എല്ലാ അമ്പലത്തിലും നേർച്ച നേർന്നു, എല്ലാ മരുന്നുകളും കഴിച്ചു. അതിൻ്റെ ആയിരുന്നു അന്ന് അങ്ങ് കണ്ട ക്ഷീണവും പനിയും വിറയലും എല്ലാം. പക്ഷേ ഒന്നും ശരിയായില്ല. ഇത്തവണയും കൂടെ ഞാൻ നോക്കി. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല. ഒന്നുകിൽ ഞാൻ ചാകും, അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയെ ഇല്ലാതാക്കുക. രണ്ടിലൊന്നേ ഉള്ളു മാർഗം. നീയൊന്ന് സമാധാനമായിരിക്കും ഭാഗീരഥി, നമുക്ക് മാർഗമുണ്ടാക്കാം. മാർഗമുണ്ടാക്കുന്നതുവരെ എനിക്ക് സമാധാനം ഉണ്ടാകത്തില്ല. വയസ്സുകാലത്ത് ഇനി വയ്യ, എന്നെ കൊണ്ട് വയ്യ. സാവിത്രി പ്രസവിച്ചു കഴിഞ്ഞ് പിറ്റേ മാസത്തിൽ ഞാനും പ്രസവിക്കും. ഞാൻ ചത്തുകളയും. മോളും അമ്മയും കൂടെ പരസ്പരം തോൽപ്പിക്കാൻ വേണ്ടി പ്രസവിച്ചു കൂട്ടുന്നെന്നേ ആളുകൾ പറയത്തുള്ളൂ. അത് സാരമില്ല ഭാഗീരഥി. സാരമുണ്ട്. ഇല്ലെന്നാരാ പറഞ്ഞത്? അതുപോലെ തന്നെ രാജന്റെ കാര്യം. ഞാൻ അന്ന് ആ മാധവൻ പിള്ളയെ പറഞ്ഞു വിട്ടു. എന്തിനായിരുന്നത്? ഇപ്പോഴേ ഭാഗം വെച്ച എന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് ആരാ വീതം വയ്ക്കുന്നത്? അത് മോന്റെ മുഖത്ത് നോക്കി പറയാൻ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടോ? എന്നെ കൊണ്ട് വയ്യ. ഇപ്പൊ തന്നെ ആള് കൂടിപ്പോയി, വീതം കുറഞ്ഞു പോയി എന്നും പറഞ്ഞ അവന്റെ നിലപാട്. അന്നേരമാണ് ഈ കാര്യം പറയാൻ പോകുന്നത്. ഇല്ല, ഈ കാര്യം ആരോടും പറയാൻ പാടില്ല. ഇപ്പൊ തന്നെ വീട്ടില് ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടാ. ഞാനായിട്ടത് വളർത്തില്ല. ഇല്ല. പശു ചെന നിറഞ്ഞു നിൽക്കുക. എന്തിനാണോ എന്തോ കിടന്ന് വിളിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പോയി നോക്കിയിരുന്നേ വേണ്ടതല്ലായിരുന്നു. ഓ, പോയി നോക്കുന്നു. വരത്തില്ല സാവിത്രി, ഞാൻ ഇന്നും കൂടെ കണ്ടതല്ലേ. നീ അവിടെ ഒന്ന് കിടന്ന് ഉറങ്ങിക്കോ. ഓ, നിങ്ങളുടെ ഈ മടി എന്നാ ഒന്ന് മാറുന്നത്? ഓ, പിന്നെ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ മടി. ആ, ഇപ്പൊ കണ്ടതിൽ അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും ജോലി നോക്കുന്നുണ്ട്. സാവിത്രി, എല്ലാം ശരിയാവും. ഞാനതിന് വഴി കണ്ടിട്ടുണ്ട്. എന്തോന്ന്? ഇത്രയും കാലം ഞാൻ ജോലിക്ക് പോകാതിരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അന്തസ്സില്ലാത്ത ചെറിയ ജോലിക്ക് പോകുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടിയേക്കുമോ എന്ന് എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു. ഇപ്പോഴത് മാറി. ഏത് ജോലിക്കും പോകാൻ എനിക്കിപ്പോൾ മടിയില്ല. ഇതൊക്കെ ഉള്ളതാണോ? ഉള്ളതാ. ആ ദാമോദരം മുതലാളിയുടെ മില്ലില്ലേ, അവിടെ ഒരു കണക്കെഴുത്ത് ജോലി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാസം ഒരു 100-125 രൂപ കിട്ടും. എന്റെ ദൈവമേ, എന്റെ പിള്ളേരുടെയും ഭാഗ്യം. സാവിത്രി, എല്ലാം ശരിയായി വരികയാണ്. അടുത്ത് തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു കൊച്ചു പുര വെച്ച് അങ്ങോട്ട് മാറാം. കുറെ വൈകിട്ടാണെങ്കിലും എനിക്ക് ഒടുവില് നല്ല ബുദ്ധി തന്നെ ദൈവം തോന്നിച്ചു. എന്റെ വിജയൻ ചേട്ടാ, ഉറങ്ങ സാവിത്രി. അപ്പോ ഞാനത് ചെയ്യണമെന്നാണോ നീ പറയുന്നത്? അല്ലെങ്കിൽ എന്നെ കൊല്ലണം. ജീവിതത്തിൽ ഇന്നോളം ഒരു പാപപ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഇപ്പൊ ഈ വയസ്സുകാലത്ത് എനിക്കതൊന്നും കേൾക്കണ്ട.
ഒന്ന് മാത്രമേ എനിക്കറിയാവൂ. ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അതിനെ നശിപ്പിക്കാൻ അങ്ങ് തയ്യാറാണോ? ഭാഗീരഥി, അങ്ങയെ കൊണ്ടത് പറ്റിയില്ലെങ്കിൽ അത് പറയൂ. ഞാൻ തന്നെ വേണ്ടത് ചെയ്യാം. എങ്ങനെ? ഞാൻ ആ കുഞ്ഞിനെ കൊല്ലും. എങ്ങനെ? എനിക്ക് ജീവനുണ്ടെങ്കിലല്ലേ ആ കുഞ്ഞിന് ജീവനുള്ളൂ. എന്റെ ജീവൻ നശിപ്പിച്ചാൽ അതും ചത്തുള്ളൂല്ലോ. വേണ്ടാത്തതൊന്നും പറയാതെ ഭാഗീരഥി. എനിക്ക് ജീവിച്ചു മതിയായി. ഇനിയിപ്പോ ഞാൻ ജീവിച്ചിരുന്നിട്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. പക്ഷേ ആ കുഞ്ഞിന് ജീവൻ കൊടുക്കുകയാണെങ്കിൽ അത് ഈ കുടുംബത്തിന് ആപത്താണ്, അപകടമാണ്. അങ്ങ് എന്ത് പറയുന്നു? ഞാൻ എന്ത് പറയാ? നാളെ തന്നെ ഇതിന് വേണ്ടത് ചെയ്യണം. വേണോ ഭാഗീരഥി? വേണം. എന്തെങ്കിലും ചെയ്യാൻ അങ്ങയെ കൊണ്ട് കഴിയുമോ എന്ന് എനിക്ക് ഇപ്പോഴറിയണം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നേരം വെളുക്കുന്നതിന് മുൻപ് എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. വേണ്ട ഭാഗീരഥി. എങ്കിൽ അങ്ങ് വേണ്ടത് ചെയ്യുമെന്ന് എനിക്ക് വാക്ക് തരൂ. തരൂ. ചെയ്യാം. എന്റെ ദൈവമേ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ കുഞ്ഞേ. ഇന്ന് തന്നെ ഇങ്ങ് മടങ്ങി പോരരുതോ അച്ഛാ? അതിപ്പോഴെങ്ങനെയാ പറയുന്നത്? അവിടെ ചെന്ന് ആശുപത്രിയില് എന്താണ് അസുഖമെന്നൊക്കെ അവര് പറയുന്നത് പോലല്ലേ ചെയ്യാൻ പറ്റൂ. അമ്മ പോരുമ്പോ മിനിമോക്കൊരു പാവയെക്കുടി വാങ്ങിച്ചോണ്ട് പോരണേ. ശരി കുഞ്ഞെ. അമ്മയ്ക്ക് ആകെ പാടെ പരിഭ്രമം. അതിന്റെ ഇടയിൽ ആ നിന്റെ ഒരു പാവം. ഓ, പരിഭ്രമിക്കാൻ എന്തുവാ? ഇതൊന്നുമില്ലെന്നേ, വെറും വയറ്റുന്നോവാ. അമ്മയുടെ പേടി കൊണ്ടല്ലയോ? അല്ലെങ്കിൽ പിന്നെ ഇത് ആരെങ്കിലും പരിശോധിപ്പിക്കുമോ? തനിയെ അങ്ങ് മാറും. ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിന്നാലേ മില്ലി പോവാൻ നേരമായി. നേരമായെങ്കില് ചെല്ലു വിജയം പിള്ളേ. ജോലിയൊക്കെ കൃത്യനിഷ്ഠയോടെ നോക്കിക്കോണം. പാർവതി. എന്തോ? ഇപ്പോഴമ്മയെ കാട്ടി പരിഭ്രമം ഇവുക്ക. എന്തോ നാടീന്ന് കൊച്ചേ, നിന്റെ മുഖത്ത് ഒരു തുള്ളി ചോരമയമില്ലല്ലോ. ഒന്നുമില്ല. നിങ്ങളൊക്കെ നല്ല ആൾക്കാർ തന്നെ. ആ ജലജ ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരെ ഒന്ന് കോപിക്കാമായിരുന്നു. അവള് സ്കൂളിൽ നിന്ന് വരുമ്പം ഞാൻ ഇങ്ങനെ പോയെന്ന് പറയണ്ട. ഏതോ ആവശ്യം പ്രമാണിച്ച് ടൗണിൽ വരെ പോയെന്ന് പറഞ്ഞാൽ മതി. വരുമ്പം ഞാൻ അവക്ക് ഒരു പാവാടയും ജാക്കറ്റിനുമുള്ള തുണി കൊണ്ടുവരുമെന്ന് പറഞ്ഞേക്കാം കേട്ടോ. നമുക്ക് ഇറങ്ങാം. രാഹുകാലത്തിന് മുമ്പേ ഇറങ്ങാമേ. എന്നാ ഞങ്ങൾ പോയച്ചു വരട്ടെ മക്കളെ. മോളെ, അമ്മുമ്മയ്ക്ക് ടാറ്റാ പറ മോളെ. ടാറ്റാ. ഭഗവാനെ. ഇങ്ങോട്ട് അകത്തോട്ട് വരണം. വരണം. പിന്നെ ആ കാറ് അവിടുന്ന് അങ്ങോട്ട് ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞേക്കണം. വല്ലവരും കണ്ടാലിരിക്കും. ഡ്രൈവർ, ആ കാറ് ആ മരത്തിന്റെ ചുവട്ടിലോട്ട് അങ്ങോട്ട് മാറ്റിയിട്ടേരെ. 50 രൂപ. ഇതാ. പേടിക്കണ്ട കേട്ടോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനിത് എത്രയോ ചെയ്യുന്നതാ. സാറ് ചുമ്മാ വരളാതെ നിക്കണമെന്ന്. ഇതാ ആ ചാരി സൈഡിലോട്ട് ഇപ്പം കഴിയും. വന്നേട്ടെ. ഞാൻ പോട്ടെ. എഴുന്നേൽക്ക് ഭാഗീരഥി. ഇവിടെ ഇങ്ങനെ എന്റെ കാല കെട്ടിപ്പിടിച്ച് കിടന്ന് കഴിയുന്നത് വല്ലവരും കണ്ട. എഴുന്നേക്ക്. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാല് എന്റെ മക്കളോട് ഈ കാര്യം പറയരുത്. കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ട്, മക്കള് തമ്മിലുള്ള സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ അമ്മ ഈ കടുംകൃത്യം ചെയ്തതെന്ന് അവരെ അറിയിക്കരുത്. അങ്ങ് മാത്രം ഇതറിഞ്ഞാ മതി. നിനക്കൊന്നും വരില്ല, ധൈര്യമായിട്ട് പോകും. ഇതേവരെ എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ലായിരുന്നു. ഇപ്പോ
എന്തോ ഒരു ഭയം. നമുക്ക് തിരിച്ചു പോണോ? വേണ്ട വേണ്ട, എന്തോ വരുന്നത് പോലെ വരട്ടെ. ഉണ്ടാകാൻ പോകുന്ന ആപത്തിനേക്കാൾ എത്രയോ ചെറുതാണ് എൻ്റെ മരണം കൊണ്ടുണ്ടാകുന്ന ആപത്ത്. അല്ല, ഇതെന്താണ്? വരും ഇങ്ങോട്ട്. എനിക്കിങ്ങനെ കളിച്ചു നിന്നാലൊക്കെ നിങ്ങൾക്ക് സ്വകാര്യം പറയുന്ന വീട്ടിൽ ചെന്നിട്ടാവാം. വാ, എളുപ്പം വാ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കും ഭാഗ്യരഥി. അയ്യോ, എൻ്റെ അമ്മേ, അയ്യോ, എൻ്റെ അമ്മേ, അയ്യോ. ഭാഗ്യരഥി, 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 കഥ പറ. ഭാഗ്യരഥി, ഭാഗ്യരഥി, പിന്നെ ഭാഗ്യരഥി, നിങ്ങൾ ആ ടാക്സി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ. ഭാഗ്യരഥിക്ക് ആ ടാക്സി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ. എന്റെ ഭാഗ്യരഥിക്ക് എന്ത് പറ്റി? നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഒന്ന് കേക്ക്. അവന്റെ ഇങ്ങോട്ട് നീക്കിയിടാൻ പറ. അവരെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ചോരയോട്ടം നിലയ്ക്കുന്നു. നിങ്ങൾ കേട്ടത് വളർത്തു മത്സ്യങ്ങൾ. രചന പി പത്മരാജൻ. പങ്കെടുത്തവർ ജി സരസ്വതിയമ്മ, ലളിത, ടി പി രാധാമണി, രാജമ്മ, കാമ്പിശ്ശേരി കരുണാകരൻ, തോപ്പിൽ കൃഷ്ണപിള്ള, മടവൂർ ഭാസി, പി പത്മരാജൻ, ജി വിവേകാനന്ദൻ, കെ ജി മേനോൻ.